പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ ടൂ വീലർ എടുത്തോണ്ട് ഓടരുത്. മനസ്സിലായോ? സാറുമാരെ അങ്ങ് പരിചയമുള്ളതാ, ഞങ്ങളോട്ട് ഭയങ്കര ലോകിയാന്ന് വണ്ടി എടുത്തോണ്ട് ഇതിലേക്ക് ഓടിയേക്കരുത്. എന്നാലും സ്വഭാവം മാറും. ആ ജംഗ്ഷനിലെ ഒരു SLC പരീക്ഷയായിട്ട് ബന്ധപ്പെട്ടിരുന്ന 5 കുട്ടികളുടെ ഫ്ലെക്സ് വെച്ചിരിക്കുന്നതാണ്. അമ്മന്റെ മോനാണ്. അദ്ദേഹമാണോ? അതിന്റെ തൊള്ള ആൾക്കാരൊക്കെ അടുത്തുള്ളവരാണോ? ഒന്ന് വിളിക്കാവോ? എല്ലാരും വന്നോ? എന്തോടെ കാണിച്ചു വെച്ചിരിക്കുന്നത്? ആരോട് ചോദിച്ചോണ്ടായി ഫ്ലെക്സും ഒക്കെ വെച്ചത്? ഞങ്ങളുടെ ആരും വെച്ചില്ല. അപ്പൊ നിങ്ങളുടെ ആ ഫ്ലെക്സ് ആരും വെച്ചില്ല, അതിന് നിങ്ങൾ വെച്ചാന്നോ? അതിന് റോഡിലൊക്കെയാണ് ഇങ്ങനെയാണ് കൊണ്ടുവെക്കുന്നത്? ഇത്രയും വലിയൊരു ഫ്ലെക്സ് ഒക്കെയാണോ വെക്കുന്നത് എല്ലാവരുടെയും? ഇവിടുത്തെ കാര്യങ്ങൾക്കല്ല സാറേ, പറ്റാത്തവർക്ക് പൈസ പിരിച്ചു കൊടുക്കുക. നമ്മൾ ഇവരെ പറ്റി അന്വേഷിച്ചായിരുന്നു. പിന്നെ കരോളിന് പോയിട്ട് കരോളിൽ പോയിട്ട് ഒരു തലയൊട്ടിക്ക് പ്രശ്നമുള്ള ഒരു കൊച്ചിന് പൈസ പിരിച്ചു കൊടുക്കും. എത്ര രൂപ കിട്ടി? 9,000. ആട്ടെ, വന്നാലും 9,000 രൂപ കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചില്ലയോ? പിന്നെന്തൊക്കെ നിങ്ങൾ ഇവിടെ എന്തൊക്കെ ചെയ്യും? പിന്നെ കുതിര കെട്ടാനൊക്കെ പോകും. കുതിര കെട്ടാൻ പോകും. ഓണാട്ടുകാരുടെ തനത് സംസ്കാരമുള്ള കുതിര കെട്ട്. പിന്നെ ഫുട്ബോൾ ടൂർണമെന്റ് ഒക്കെ നടത്തും. അടിപൊളി. ആഹാ, ഇത് പുലികളാണല്ലോ എല്ലാം. അതാ തോളെ കൈയിട്ടുണ്ട് അവിടെ ആ ഫ്ലെക്സ് നിന്ന് കണ്ടപ്പോഴേ മനസ്സിലായത് നമുക്ക്. എല്ലാവരുടെയും മുഖത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? ഈ ഫുൾ A+ കിട്ടുന്നവനെക്കാട്ടിൽ ചിരി മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വന്ന ചിരികളാണ് നിങ്ങളുടെ മുഖത്തുള്ളത്. അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ മോട്ടോർ വാഹനത്തിനെ ആകർഷിച്ചത്. ഇപ്പോഴത്തെ കുട്ടികളിലൊന്നും ഇല്ലാത്ത, ആർക്കും ചിരിക്കാൻ ഇപ്പം മടിയാ. നമ്മുടെ സമൂഹത്തിലേ ചിരിക്കാൻ മടിയാ. എല്ലാവർക്കും ഞാനെന്നുള്ള ഭാവത്തോടു കൂടിയാ. കൊച്ചു പിള്ളേരാണെങ്കിലും വലുതാണെങ്കിലും എല്ലാം. ഇപ്പോഴത്തെ കുട്ടികളിലൊന്നും ഇല്ലാത്തൊരു സ്വഭാവമാണ് ഈ സമൂഹത്തിൽ ഇടപെടുന്നത്. സമൂഹത്തെ കാണാതെ നടക്കുന്ന ഒരു ലോകം. എല്ലാവരും ഇപ്പൊ എന്തുവാ, ഒരു മൊബൈൽ കൈപ്പിടിയിൽ ഒതുക്കൊണ്ടുവന്ന ലോകമാണ്. നിങ്ങളിപ്പം തന്നെ സമൂഹത്തിന് മാതൃകയാകുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സമൂഹത്തിന്റെ ഇടയിൽ എന്നും പ്രവർത്തിക്കുന്ന രീതി മോട്ടോർ വാഹന വകുപ്പിന് ഈ റോഡിൽ ഫ്ലെക്സ് കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് നിങ്ങളെ വരണമെന്നും നിങ്ങളൊന്ന് അഭിനന്ദിക്കണമെന്നും ഒക്കെ തോന്നിയത്. മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു ചെറിയൊരു ഉപഹാരം കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവർക്കും. മറ്റൊന്നിനുമല്ല, നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികളാണെന്ന് മനസ്സിലായി. നിങ്ങൾ സമൂഹത്തിൽ ഒരുപാട് സന്ദേശം നൽകുന്നവരാണെന്ന് മനസ്സിലായി. അപ്പം മോട്ടോർ വാഹന വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം കണ്ടപ്പോൾ ഒരുപാട് അഭിമാനം തോന്നിയുകൊണ്ട് നിങ്ങളെ ഒന്ന് അനുമോദിക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പൊ അതിന്റെ ഒരു ചെറിയ ഉപഹാരമാണ്. നിങ്ങൾക്ക് ഭാവിയിൽ പഠനത്തിന് പ്രയോജനപ്പെടുന്ന ഒരു ഉപഹാരമാണ്. ആദില്. മോന്റെ പേരെന്തോ? ആദിത്യൻ, അഭിമന്യു, ആദീഷ്, ശ്രാവൺ. ഇതും നാളെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ ടൂ വീലർ എടുത്തോണ്ട് ഓടരുത്. മനസ്സിലായോ? സാറുമാരെ അങ്ങ് പരിചയമുള്ളതാ, ഞങ്ങളോട്ട് ഭയങ്കര ലോകിയാന്ന് വണ്ടി എടുത്തോണ്ട് ഇതിലേക്ക് ഓടിയേക്കരുത്. എന്നാലും സ്വഭാവം മാറും. എനിക്ക് 10+ കിട്ടണമെന്നായിരുന്നു ആഗ്രഹം. എനിക്ക് അതൊന്നും കിട്ടിയില്ല. എനിക്കിപ്പോ 9+ ഉണ്ട്. ഇവന് 7. അങ്ങനെ എനിക്ക് A+ ഉണ്ട്. പക്ഷെ ആരും അടിക്കാനൊന്നും പോകുന്നില്ല ഫ്ലെക്സ്. ഞങ്ങള് തന്നെ പൈസ ഇട്ട് ഞങ്ങൾ അടിച്ച് ഈ അഭിനന്ദനം കിട്ടുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. എനിക്ക് നേഴ്സിംഗ് പോകണമെന്നുണ്ട്. പട്ടാളത്തിൽ ഇനി ഞങ്ങൾ ഫ്ലെക്സ് വെക്കത്തില്ല. ഞങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് വെപ്പിക്കത്തേ ഉള്ളു. ഇതിനുള്ള പരിശ്രമം ഞങ്ങൾ തുടങ്ങി പഠിച്ചു.